ഇബ്നു ജദ്ആൻ രക്ഷപ്പെടുകയില്ല. ലിഅന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർ ലീ ഖതീഅതി യൗമദ്ദീൻ. പരലോകത്തയാൾക്ക് വിശ്വാസമില്ല. ഈമാന മനുഷ്യനുണ്ടെങ്കിൽ ഈ സുഹൃതങ്ങൾക്ക് എന്തൊരു സൗകുമാര്യത വരും, എന്തൊരു സൗന്ദര്യം വരും. സഹോദരങ്ങളെ, 10 പേർക്കൊരു ദിവസം ഭക്ഷണം കൊടുക്കുന്ന പോട്ടെ, ഒരൊറ്റാക്ക് ഭക്ഷണം കൊടുത്താൽ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയല്ലേ. ഇത് ഒരു ദിവസം കൊടുക്കുന്നത് 1000 പേർക്കല്ലേ. 100 ദിവസമാകുമ്പോ ലക്ഷമല്ലേ. എത്ര ലക്ഷങ്ങൾ എത്ര കോടികളാ മാറി മറിഞ്ഞത്. പക്ഷേ പരലോകത്ത് വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ അമലുകളൊക്കെ വെറുതെയായിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്ന പോയിന്റ് എന്ന് തിരിച്ചറിയണം. അള്ളാഹുവിൽ ശരിക്ക് വിശ്വാസമല്ല, അള്ളാഹിന്റെ റസൂലിൽ ശരിക്ക് ശരിക്ക് ശ്രദ്ധിച്ചോളി. അള്ളാഹിന്റെ റസൂലിൽ ശരിക്ക് വിശ്വാസമല്ല, അള്ളാഹുവിന്റെ ഖുർആനിൽ ശരിക്ക് വിശ്വാസമല്ല. പാതി വിശ്വാസമായി, കാൽ വിശ്വാസമായിട്ട് ഇങ്ങനെ പതുക്കങ്ങനെ ഒരു നാമമാത്ര മുസ്ലിമായിട്ട് ഇങ്ങനെ നടക്കുന്നില്ലേ. ആഖിറത്തിൽ ഫലം കിട്ടൂല. പരലോകത്ത് ശരിക്ക് ഫലം കിട്ടണോ? ദുനിയാവിൽ അള്ളാഹു റഹ്മാനായത് കൊണ്ട് ഒരു ഈമാനില്ലെങ്കിലും ഒരു പക്ഷേ തന്നേക്കും. ആഖിറത്തിൽ നിനക്ക് വിജയിക്കണോ? യഥാർത്ഥ വിജയം അതല്ലേ. ആ വിജയം കിട്ടണമെങ്കിൽ ശരിയായ ഈമാന് കൂടിയേ തീരൂ, അല്ലെങ്കിൽ നടക്കൂല. നഷ്ടായി പോകൂലേ സഹോദരങ്ങളെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ നോക്ക്, സ്വഹാബത്തിന്റെ കൂട്ടത്തില്, ഞാനത് വിശദീകരിച്ചാൽ കുറെ പോകും. സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഹമാമത്തുൽ മസ്ജിദ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഹമാമത്തുൽ മസ്ജിദ് എന്ന പള്ളിയിലെ മാടപ്രാവ്, പള്ളിയിലെ മാടപ്രാവ് എന്നാണ് സ്വഹാബത്തൊക്കെ വിളിച്ചിരുന്നത്. എപ്പോ വന്നാലും ആരും പള്ളിയിലെങ്കിലും ഉപ്പരുണ്ടാവും, ആ സ്വഹാബി ഉണ്ടാവും. അങ്ങനെ സ്വഹാബത്തിട്ട പേരാണ് ഹമാമത്തുൽ മസ്ജിദ്. ആരാണതാള്? സാലബ എന്നു പേരുള്ള പഴയകാലത്ത് പള്ളിയിലൊക്കെ നല്ല സജീവമായിട്ട് അമലൊക്കെ തിളങ്ങിയിരുന്ന ആളായിരുന്നു സാലബ. സാലബത്ത് ബിനു അബി ഹാത്തിബ്. എന്താ സാലബക്ക് പറ്റിയത്? സാലബ എന്നുള്ള പേര് വേറെ സ്വഹാബിമാരുണ്ട് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വേറെ സ്വഹാബി ഉണ്ട്, വേറെ സ്വഹാബിമാരുണ്ട്. സാലബത്ത് ബിൻ അബീ ബൽതഅത്തിന് എന്താ പറ്റിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ എനിക്ക് സമ്പത്ത് വേണം, തങ്ങൾ അതിന് ദ്വാരക്കണം, സമ്പത്ത് വേണം. അപ്പൊ സാലബന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ വായിക്കാൻ അറിയുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാലബ ഖലീലുൻ തുഅദ്ദി ശുക്റുഹു ഖൈറും മിൻ കതീരിൻ ലാ തുഅദ്ദാ ശുക്റുഹു. നന്ദി നിർവഹിക്കാൻ കഴിയുന്ന കുറഞ്ഞ സമ്പത്ത് നന്ദിയൊന്നും നിർവഹിക്കാൻ കഴിയാത്ത കൂടുതലുള്ളതിനേക്കാളും നല്ലത് അതല്ലേ. ഉള്ള സമ്പത്ത് നിങ്ങൾക്ക് കുറവാണ്, പക്ഷേ ഇപ്പൊ നല്ല നന്ദി ബോധമുണ്ട്, നല്ല അനുസരണമുണ്ട്, നന്ദിയൊക്കെ നിർവഹിക്കുന്നുണ്ട്. ഇനി ധാരാളം കിട്ടിയാൽ ഒരു പക്ഷേ അത് മറന്നുപോകും. അതിനേക്കാളും നല്ലത് ഈ നന്ദിയോടുകൂടുള്ള ജീവിതല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുളെന്താണെന്നറിയോ? ഇഷ്ടം പോലെ നിങ്ങളിലേക്ക് വന്നു ചേർന്നാല് പല ഹക്കും നിങ്ങൾ വീട്ടൂല. ഇപ്പൊ നിങ്ങൾ കൊടുക്കും എന്നൊക്കെ പറയും. എങ്ങനെ കിട്ടിയാൽ നമ്മൾ അതുപോലെ കൊടുക്കും. ഇഷ്ടം പോലെ കിട്ടിയാൽ ഇതുപോലെ ചെയ്യും. കിട്ടിയോക്കണ്ടേ അറിയണമെങ്കിൽ, തന്നോക്കണ്ടേ അറിയണമെങ്കിൽ. അപ്പൊ പിന്നെ കാറു മുതലാളിന്റെ ആര് കണക്ക് കൂട്ടിയിട്ട് പറയും, അത്രയൊന്നും കൊടുക്കാനാവൂല, അതൊക്കെ തോനെയാണ്. എന്ത് ചോദ്യം അതൊക്കെ? ഇതൊക്കെ അനീതിയാണ് ചോദിക്കണെന്ന് പറയും. അല്ലെങ്കിൽ പറയും ഇതൊക്കെ ഞാൻ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയാന്നൊക്കെ പറയും. പിന്നെ പറഞ്ഞ വീമ്പത്തരത്തിനും വലുപ്പത്തിനും കൈ കണക്കുണ്ടാവില്ല. പിന്നെ ഓന്റെ മനസ്സിൽ പടച്ചോൻ തന്നെ ഉണ്ടാവില്ല. കിട്ടണവരെ അങ്ങനെ പറയും, അല്ലാ നമുക്ക് എന്താ തരാത്ത, അള്ളാഹു തന്ന എന്താ തരാത്ത അറിയോ? ഉള്ള ഈമാനും പോകണ്ട തരാന്താണ്. ഉള്ള ഈമാനും പോകണ്ടെന്ന് എഴുതിയിട്ട് ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് തരാണ്. ഇഷ്ടം പോലെ തന്നാൽ അങ്ങനെ ഉണ്ടാകുക. അത് അല്ലാഹു തആല പറഞ്ഞല്ലോ, വലോ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ്. എല്ലാവർക്കും ഇഷ്ടം പോലെ അല്ലാഹു തആല അങ്ങ് തന്നാ എന്താ സംഭവിക്കുക? ഭൂമിയിൽ അക്രമം തീർത്താ തീരോ? കുറച്ചുണ്ടായിട്ട് തന്നെ അക്രമം കാണില്ലേ? അക്രമമുള്ള ആൾക്കാർ കാര്യക്കാർ കയ്യൊക്കൂടെ ചെയ്യുന്ന കാണുന്നില്ലേ? കുറച്ചുള്ളവർ തന്നെ എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുക്കുകയാണെങ്കിൽ തല്ല് തീരോ? നടക്കാൻ കഴിയാലും ഇതില് അനീതി തീരോ സഹോദരങ്ങളെ? നമ്മുടെ നന്മ ഉദ്ദേശിച്ച് അല്ലാഹു തആല ലിമിറ്റ് ആക്കി തരുന്നു. അല്ല അള്ളാന്റെ ഖജനാവിൽ കുറവുണ്ടായിട്ടൊന്നല്ല.
അവിടെ ബാലൻസ് ഇത്ര ആയി പോകുന്ന എഴുതിയിട്ടല്ലത്, അത് തീർത്താ തീരാത്ത ഖജനാവാണ്. നമ്മുടെ ഉള്ള കുറച്ച് കഴിഞ്ഞാൽ കാലിയായി പോകും, അതിന് കാലാവധി ഉണ്ട്. അപ്പൊ നബിതങ്ങളോട് പിന്നെയും പിന്നെയും വന്നിട്ട് സമ്പത്ത് വേണമെന്ന് പറഞ്ഞപ്പോ തങ്ങൾ ദ്വാരം കൊടുത്തു, അല്ലാഹുവേ അല്ലാഹുമ്മ അർസുഖുഹു മാലൻ, സമ്പത്ത് കൊടുക്കുകയാണ് ദ്വാരം. ആദ്യമൊക്കെ ഉപദേശം കൊടുത്തു, സ്വീകരിച്ചില്ല, ദ്വാരം കൊടുത്തു, പിന്നെയും ദ്വാരക്കണം ദ്വാരം കൊടുത്തു. ആരോ ഒരാടിനെ സംഭാവന കൊടുത്തു. ആ ആട് പ്രസവിക്കാനായ 2 മാസം കഴിഞ്ഞ് പ്രസവിച്ച് 3 കുട്ടികളായി. പിന്നെ അതിന്റെ പാലൊക്കെ വിറ്റ് പിന്നെ കുറച്ച് ആടുകളെ വാങ്ങി. അങ്ങനെ ഒരു കൊല്ലം ആകുമ്പോഴേക്കന്നെ ആടുകൾ ഇങ്ങനെ വികസിച്ച് ഒരു 10-20 ആടുകളൊക്കെ ഒരു കൊല്ലമായപ്പോ തന്നെ 10-20 ആടായി. 2 കൊല്ലമായപ്പോ ആടുകൾ 20 കഴിഞ്ഞ് 40 ആടുകളായി. ഇതിൽ നിന്ന് ജനിച്ചതും പാല് വിറ്റ് വാങ്ങിയതൊക്കെ കൂടിയിട്ട് 40 ആടുകളായി. 40 ആടുകളായപ്പോ പിന്നെ സാലബന്റെ വരവ് കുറഞ്ഞു. 5 വക്ത് ജമാഅത്തിനും വന്നിരുന്ന സാലബ ഇശാഇനും അതുപോലെ തന്നെ സുബഹിക്കും മാത്രമായി. ളുഹറില്ല, അസുറില്ല, മഗ്രിബില്ല, ഒന്നുമില്ല. പിറ്റത്തെ കൊല്ലം 40 അധികരിച്ച് 100-ലേറെ ആടുകളായി. രാവിലെ ആടുകളായിട്ടുണ്ട് പോകുന്ന സാലബ വീട്ടിലേക്ക് സന്ധ്യാസമയത്ത് ഇശാ ഒക്കെ കഴിഞ്ഞു വരും. ഒരൊറ്റ ജമാഅത്തിനും വരില്ല, ജുമുഅക്ക് മാത്രം. 3-ാമത്തെ കൊല്ലം 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ആടുകൾ വികസിച്ചു. ഒരു മലഞ്ചേരി ഒന്നാകെ സാലബന്റെ ആട് 150-ലധികം ആടുകളായി. സാലബ ജുമുഅക്ക് വരവും നിർത്തിപ്പോയി. അല്ലാഹു തആല കുറഞ്ഞ സമ്പത്ത് കൊടുത്തപ്പോഴേക്കിന് ഒരു മരത്തിന്റെ 2-3 ഇലകൾ മൊത്തം സ്വർണ്ണമായിട്ടല്ല കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താകും കഥ? ഇത് ആടുകളാ കൊടുത്തത്. സാലബക്ക് സക്കാത്ത് തരേണ്ട വിഹിതത്തിന്റെ കണക്കൊക്കെ വന്നപ്പോ 2 സ്വഹാബിമാരെ പറഞ്ഞയച്ചു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച സ്വഹാബിമാരോട് സാലബന്റെ മറുപടി എന്താണെന്നറിയോ? വല്ലാഹി മാ ഹാദിഹി ഇല്ലാ ജിസിയ ഔ ഉഖ്തുൽ ജിസിയ. സക്കാത്തോ, ഇത് ടാക്സ് വാങ്ങലാണ്, നികുതിയുടെ പിരിവാണല്ലേ, തരാൻ പറ്റൂല. 150-ലധികം ആടിനെ മേയ്ക്കുന്ന സാമ്പത്തിക രംഗത്തൊരു പരാധീനതയും ഇല്ലാത്ത സാലബ, ഒരു ആട് പോലും ഇല്ലാത്ത കാലത്ത് എന്താ പറഞ്ഞിരുന്നത്? ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നൊരു ശകരം അല്ലാഹ് തന്നിരുന്നുവെങ്കിൽ ഇഷ്ടം പോലെ ധർമ്മം ചെയ്യുമായിരുന്നു, സ്വാലിഹീങ്ങളിൽ ഒരു സ്ഥാനം പിടിക്കുമായിരുന്നു. ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നൊരു ശകലം അല്ലാഹ് കൊടുത്തപ്പോ ബഖിലൂ ബിഹി, പിശുക്ക് കാണിച്ചു. വതവല്ലവ വഹും മുഅ്രിദൂൻ, ഉപദേശങ്ങൾ അവഗണിച്ചു പോയി. സകാത്തിന് ചോദിച്ചു തന്ന സ്വഹാബത്തിനെ കൊടുക്കാതെ തിരിച്ചു വിട്ടു. സുബ്ഹാനല്ലാഹ്, 200-ലധികം കഴിഞ്ഞിട്ട് ആടുകൾ 300-നോട് അടുത്തെത്തി. 300-ന്റെ അടുത്തെത്തി. ഇസ്ലാമിന്റെ സക്കാത്ത് വളരെ കുറവല്ലേ? 40 ആടുകൾ ഉണ്ടായാലല്ലേ ഒരാടിനെ കൊടുക്കേണ്ടത്? 2-ാമത്തെ ആടിനെ കൊടുക്കണമെങ്കിൽ 121 എണ്ണം എത്തണ്ടേ? 100-നും ഒരാട് തന്നെയല്ലേ ഉള്ളൂ. 2 ആടിനെ കൊടുക്കാൻ പിശുക്കായ സാലബ കുടുംബക്കാര് സാലബയോട് പറഞ്ഞു, സാലബ, നിന്നെ പറ്റി ആയത്ത് അല്ലാഹു തആല ഖുർആനിൽ ആയത്ത് ഇറക്കിയിട്ടുണ്ട്. മുനാഫിഖീങ്ങള് പറയുന്ന വർത്തമാനങ്ങള് നീ പറഞ്ഞ രൂപത്തിൽ പറഞ്ഞിട്ട് നിന്റെ വിശ്വാസത്തിന്റെ കുറവ് അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് കേട്ടപ്പോ സാലബക്ക് വിഷമം തോന്നി. ജമാഅത്ത് സാലബ കട്ട് ചെയ്തു. ജുമുഅ സാലബ നിർത്തി. 2 ആടുകളെയുമായി മുത്തുനബി തങ്ങൾ അടുത്തേക്ക് സാലബ വരുന്നു. കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ട് കൊടുക്കാതെ മടക്കി വിട്ട സാലബ, സാലബന്റെ വിഷയത്തില് നിഫാഖ് സൂചിപ്പിച്ചുകൊണ്ട് ഈ അമലുകളൊക്കെ ഉണ്ടായിട്ടുള്ള സാലബക്ക് നിഫാഖ് വന്നുപോയി എന്നുള്ള ഗതികേട് അല്ലാഹു തആല വിവരിച്ചുകൊണ്ട് ആയത്തിറക്കിയപ്പോ മനം നൊന്തുകൊണ്ട് സാലബ ആടുകളുമായി വന്നപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സാലബ, നിന്റെ ആടുകളെ വാങ്ങുന്നത് അല്ലാഹു എന്നെ വിലക്കിയിരിക്കുന്നു. നിന്റെ ആടുകൾ എനിക്ക് വേണ്ട. സാലബ മടങ്ങിപ്പോയി. പിറ്റത്തെ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സിദ്ദീഖ് തങ്ങൾ അടുത്തേക്ക് സാലബ വന്നു. അന്ന് സാലബക്ക് 500-ലധികം ആടുകളുണ്ട്. ആടുകളുമായി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കാത്ത സ്വതഖ എനിക്കും വേണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അത് സ്വീകരിച്ചില്ല. കർമ്മങ്ങളൊക്കെ തകരാറിലായി പോകാൻ കാരണം സഹോദരങ്ങളെ ആ നിഫാഖ് കൊണ്ടല്ലേ. മൊത്തം പോയില്ലേ? നിഫാഖ്
നിഫാഖ് ബാധിച്ച് സാലബ പോയില്ലേ? നേരത്തെ പള്ളിയിലെ മാടപ്രാവ് എന്ന് പേര് കിട്ടിയ സാലബക്ക് എല്ലാ നന്മകളും ചോർന്നു പോയത് വിശ്വാസരാഹിത്യം കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു സമ്പത്ത് തരുമ്പോ, ജോലി തരുമ്പോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന് കുറച്ചൊക്കെ പഴഞ്ചൻ തോന്നിയിട്ട്, കുറച്ചൊക്കെ പഴമ തോന്നിയിട്ട്, അതൊന്നും ഈ കാലത്തെ ന്യൂ ജനറേഷന് പറ്റിയതല്ലെന്ന് കരുതിയിട്ട് നിന്റെ പുതിയ പരിഷ്കാരികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയാൽ നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും നിന്റെ സകല കർമ്മങ്ങളും അത് അഖീം, ഫലമില്ലാത്തതാണ്. വൽ ഈമാനു ബിലാ അമലിൻ സഖീം, ഒരു അമലും ചെയ്യാത്ത വെറുതെയുള്ള ഈമാനോ, ആ ഈമാന് രോഗം ബാധിച്ചതാണ്. എന്നാലും ശിഫ കിട്ടിയാൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈമാനിനൊന്നും സംഭവിച്ചിട്ടില്ല, അതിന്റെ പുഷ്കലമാകുന്ന അമലില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷപ്പെടുത്തുന്ന കാര്യം ഈമാനാണ്. ഈമാനില്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ കബൂലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആർക്ക്. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ എല്ലാവരും എണീറ്റ് 2 വരി ചൊല്ലി ദുആർക്ക് ഇൻഷാ അല്ലാഹ്. ഈ ഇരുത്തങ്ങനെ ഞാൻ കൊണ്ടുപോകും. പക്ഷെ ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി പറയാം. വിശദമായി പറയാനും പഠിക്കാനൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൽമ അല്ലാഹു തആല ഏറ്റി തരട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ആൽ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. തഹ ഖൽബി മുദ് ആതൈതു വാദിയൻ ഖഫമാ താബഅൻ വി ദാദി ത്വാഹ താലിയല്ലി താലിതാൽ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله. വിശുദ്ധ ശഅബാനിൽ അതിന്റെ 2ാമത്തെ പകുതിയിൽ ഞങ്ങൾ ഈ സംഘടിപ്പിച്ച മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ അസ്റിന്റെ ചെറിയൊരു ഭാഗം ഞങ്ങൾ ചെറിയ ഇൽമനുസരിച്ച് ഞങ്ങൾ വിശദീകരിച്ചു. നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം പഠിക്കാനും പകർത്താനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസത്തുഹു, ഖുർആനിന്റെ വക്താക്കൾ അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നല്ല ആളുകളിൽ ഞങ്ങളെ നീ ചേർത്തി തരണേ അല്ലാഹ്.
ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, ശിഷ്യന്മാര്, സഹപാഠികൾ, സുഹൃത്തുക്കൾ, സ്നേഹികളെ ഉൾപ്പെടുത്തണേ അല്ലാ. വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും ഓതാനും ഒരുപാട് ഖത്മുകൾ തീർക്കാനും തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരും ഒറ്റക്ക് കഴിയുന്നൊരു സന്ദർഭം ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു വരുമ്പോ ഈ ദുനിയാവിലുള്ള ഖുർആനുമായുള്ള ബന്ധങ്ങൾ, ഖുർആനുമായുള്ള പഠനങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന അമലുകൾ എല്ലാം അവിടെ ഞങ്ങൾക്ക് തുണയാക്കണേ അല്ലാ. അർഹമുർ-റാഹിമീനായ അല്ലാ, ഈ മജ്ലിസിലെത്തിയ മുഴുവൻ സഹോദരീ സഹോദരങ്ങളുടെയും ഹലാലായ ലക്ഷ്യങ്ങൾ ഹാസിലാക്കണേ അല്ലാ. അർഹമുർ-റാഹിമീനായ അല്ലാ, ഈ പരിശുദ്ധമായ ദർസ്, നൗഫൽ ഉസ്താദിന്റെ ദർസ് നല്ല സന്തോഷത്തോടെ 11 വർഷക്കാലമായി അതിനെ സ്നേഹിച്ച്, അതിനെ സേവിച്ച്, വേണ്ട ഖിദ്മത്തുകളൊക്കെ ചെയ്ത് അടുത്ത കാലത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് വിടവാങ്ങിയവർ, അവർക്ക് ഈ സദസ്സിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാ. സന്തോഷം ദായിമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അദാബുകളിൽ നിന്നും കാക്കണേ അല്ലാ. ഉസ്താദിനെയും മുതഅല്ലിമീങ്ങളെയും സ്വന്തം മക്കളെ പോലെ അതിനേക്കാളധികം സ്നേഹിച്ച് അവരെ പരിപാലിക്കുന്ന നല്ല നാട്ടുകാര്, ഉമ്മമാര്, സഹോദരങ്ങൾ, ഭക്ഷണം നൽകുന്നവർ, വേണ്ട സഹായങ്ങളൊക്കെ നൽകുന്നവർ, എല്ലാവർക്കും ആ ഖിദ്മത്തിന്റെ ബറക്കത്ത് നീ നൽകണേ അല്ലാ. അർഹമുർ-റാഹിമീനായ അല്ലാ, ദീനിന്റെ ഖിദ്മത്തിൽ വലിയ പങ്കായി നീ അത് സ്വീകരിക്കണേ അല്ലാ. അർഹമുർ-റാഹിമീനായ അല്ലാ, ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും ഉറ്റവരിലും ഉടയവരിലും ദുആ കൊണ്ട് എപ്പോൾ അറിയിക്കുന്നവരിലും വ്യത്യസ്ത രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ശിഫാ നൽകണേ അല്ലാ. വിശുദ്ധ റമദാനാണ് വരുന്നത്, നല്ല ആഫിയത്ത് നൽകണേ അല്ലാ. റബ്ബേ, കഴിഞ്ഞ വർഷം നോമ്പ് നോറ്റവർ ഇക്കൊല്ലം നോൽക്കാൻ കഴിയുമോ എന്ന് ആശങ്ക പറഞ്ഞവരൊക്കെയുണ്ട്, നീ ആഫിയത്ത് നൽകണേ അല്ലാ. അവരവരുടെ ജീവിതത്തിന്റെ സ്വസ്ഥമായ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള നല്ല ആഫിയത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാര്, സാദാത്തുക്കള്, നേതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എല്ലാവിധ ആഫാത്ത്, ആഹാത്ത്, ഫിത്തൻ, മുസീബത്തുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട സർവരെയും നീ കാക്കണേ റഹ്മാനെ. അർഹമുർ-റാഹിമീനായ അല്ലാ, സാധുക്കളായ ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ച ഞങ്ങളെ ഗുരുനാഥന്മാരുടെ ബറക്കത്ത് കൊണ്ടാണ്. വിശിഷ്യ വന്യരായ ശൈഖുനാ ചെറിയ പി ഉസ്താദ് അടക്കം ഞങ്ങളുടെ എല്ലാ ഉസ്താദുമാർക്കും ദറജയേറ്റി കൊടുക്കണേ അല്ലാ. എത്ര ഹർഫ് അവരുടെ ജീവിതത്തിൽ അവർ പകർന്നു തന്നോ, ഓരോ ഹർഫും അവർക്ക് നേരം പോക്കിനുള്ള സബബാക്കി കൊടുക്കണേ അല്ലാ. കുഞ്ഞുനാൾ മുതൽക്ക് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഉമ്മമാര് പലരും ഖബറിലാണ്, ദറജയേറ്റി കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. വിഷമാവസ്ഥകളൊക്കെ ദൂരീകരിച്ച് ഖിദ്മത്തിനുള്ള നല്ല ഊർജം നൽകണേ റഹ്മാനെ. അർഹമുർ-റാഹിമീനായ അല്ലാ, ഈ ദുനിയാവിൽ എത്ര കാലം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഉള്ള കാലം മൊത്തവും ഞങ്ങൾക്ക് ലാഭകരമാക്കി തരണേ റഹ്മാനെ. നീ പൊരുത്തപ്പെടുന്ന ഒരുപാട് സുഹൃതങ്ങൾക്ക് തൗഫീഖുള്ളവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് ഉംറയ്ക്ക് ലഭിച്ച ഒരുപാട് ആളുകൾ ദുആ കൊണ്ടറിയിച്ചു. നല്ല സദസ്സുകൾ കണ്ട് ദ്വാരക്കാമെന്ന് ഏറ്റെടുക്കുന്നതാണ്. ലൈഫായ ഞാൻ അതിനൊന്നും അർഹനല്ല. ആ ഹജ്ജിന് ഉംറയ്ക്ക് ഉദ്ദേശിച്ച എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള കാലം തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും വിധികൂട്ടി തരണേ അല്ലാ. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തണയാനും മദിവരുവോളം സിയാറത്തിനും തൗഫീഖ് തരണേ അല്ലാ. മരണം ഖൈറായി വരുന്നതിന് മുമ്പ് എല്ലാവിധ ഹക്കുകളിൽ നിന്നും ഒഴിവാക്കി തരണേ അല്ലാ. ഒരാളോടും ഒരു ഹക്കും ബാക്കിയാക്കി ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടക്ക് ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് റാഹത്തോടെ ചൊല്ലി ഞങ്ങളെ നേതാവ്, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മന്ദസ്മിതമായ സുന്ദര പൂമുഖം ഒരു നോക്ക് കണ്ടുപിരിയാൻ തൗഫീഖ് തരണേ അല്ലാ. ആ രംഗത്ത് ഞങ്ങൾ ആരെയും ഖായിബാക്കല്ലേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.